1 Samuel 1, 9 and 10. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനയോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ അറിയാം, ഹന്നയ്ക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 20-ാമത്തെ വചനം പറയുന്നുണ്ട്, സോ ഇറ്റ് കെയിം ടു പാസ് ഇൻ ദ പ്രോസസ് ഓഫ് ടൈം ഹന്ന കൺസീവ്ഡ് ആൻഡ് ബോർ എ സൺ. 20-ാമത്തെ വചനം. യഹോവ അവളെ ഓർത്തു. ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു മകനെ പ്രസവിച്ചു. പിന്നെ വേറൊരു വചനം നോക്കുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 6ഉം 7ഉം വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരും ആയി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. ഹല്ലേലൂയ. 23ഉം 24ഉം വചനങ്ങൾ അത് തന്നെ. അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീങ്ങുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എലിസബത്ത് എന്നൊരു പറഞ്ഞ സ്ത്രീക്ക് അവൾക്കും മക്കളുണ്ടായിരുന്നില്ല. അവരെക്കുറിച്ച് പറയുന്നത്, ആൻഡ് ദേ വർ ബോത്ത് റൈച്ചസ് ബിഫോർ ഗോഡ്, വാക്കിംഗ് ഇൻ ദ കമാൻഡ്മെന്റ്സ് ആൻഡ് ഓർഡിനൻസ് ഓഫ് ഗോഡ്, ബ്ലെയിംലെസ്. അവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ മക്കളുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളുണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചാൽ മതി, മക്കളുണ്ടാകും. ഐ എം ടോക്കിംഗ് ഓഫ് ദി സ്പിരിച്വൽ സൈഡ്. ഇവിടെ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പക്ഷേ വേറൊരു, അത് ലൗകിക തരത്തിലുള്ള, ദാറ്റ് ഈസ് ടു ബർത്ത് എ ഫിസിക്കൽ ചൈൽഡ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്. അവിടെ നമുക്കറിയാം, ഹന്ന വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ എലിസബത്ത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദേ വർ ബോത്ത് റൈച്ചസ് ബിഫോർ ഗോഡ്, ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിരുന്നു അവർ. പക്ഷേ ഈ പ്രാർത്ഥനയും, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ് കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എവിടെ ആർക്ക് ഏത് സമയത്ത് ഏത് പ്രായത്ത് ഒരു മകൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് അത് സാധ്യമാണ്. അത് പറഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളതാണ്. ഒരു വ്യക്തി വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, മറ്റേ വ്യക്തി നീതിമാനായിരുന്നു. പക്ഷേ അവർക്ക് ആ മകൻ അല്ലെങ്കിൽ ഒരു കൊച്ചുണ്ടാകണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യം കൂടെ സംഭവിക്കണം അവരുടെ ജീവിതത്തിൽ. ഒരു പുരുഷനെ അറിയണം. പുരുഷനില്ലാതെ അവിടെ ഒരു 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 ശിശു ഉണ്ടാകുകയില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. മറ്റേ വ്യക്തി ദൈവത്തിന് മുമ്പിൽ നീതിമാനായിരുന്നു അവർ. പക്ഷേ ഈ പ്രാർത്ഥനയും ഈ നീതിമാനുമായിട്ട് ഒരു ശിശു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ അറിയണം. There has to be an impregnation of that woman by the sperm coming from man. എങ്കിൽ മാത്രമേ ഒരു ശിശു ഉണ്ടാകുകയുള്ളൂ. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ God can prepare the environment for conception. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്രസ് ഇല്ലായിരിക്കാം, പക്ഷേ അവിടെ ഒരു ശിശു ജനിക്കുവാൻ വേണ്ടി ദൈവത്തിന് സാഹചര്യം ഉണ്ടാക്കാം ബൈ പ്രെയർ. പക്ഷേ നമ്മുടെ ലൗകിക തലത്തിൽ ഒരു ശിശു ജനിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വുമൺ ആൻഡ് എ മാൻ മസ്റ്റ് ഹാവ് എ റിലേഷൻഷിപ്പ് ആൻഡ് ഷീ മസ്റ്റ് ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദി സ്പേം ഫ്രം ദ മാൻ. ഇതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നൗ വി ആർ ഗോയിങ് ഇൻ ടു ദ സ്പിരിച്വൽ സൈഡ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്.
യേശു ക്രിസ്തുവാകുന്ന വചനം നമ്മൾ കൺസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. നമ്മൾ പ്രാർത്ഥനക്കാരായിരിക്കാം, പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥനക്കാരായിരിക്കാം, നമ്മൾ നീതിമാനായിരിക്കാം. പക്ഷെ ഇഫ് യു ആർ നോട്ട് ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും നമ്മളിൽ വെളിപ്പെടുകയില്ല. Are you with me? Please take it in the right spirit കേട്ടോ. നമ്മൾ നല്ല വ്യക്തികളായിരിക്കാം, നമ്മൾ ഉപവസിക്കുന്നവരായിരിക്കാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മളുടെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ സഹായിക്കുന്നവരായിരിക്കാം, നമ്മൾ എല്ലാ കാര്യവും ചെയ്യുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹന്ന പോയി ഹന്ന എൽഖാന എന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. ഷീ കൺസീവ്ഡ്. ഇവിടെ എലിസബത്തും സക്കറിയ സക്കറിയ തിരിച്ചുപോയി. they had a relationship and she conceived. Today, my dear brother, my sister, we must have a relationship with God so that we can conceive and bear the glory and show and demonstrate the glory of God in our life, because the word of God gets conceived in our lives. Are you with me? അല്ലാതെ പലവർക്കും ഉണ്ട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതേസമയത്ത് ബാക്കി എല്ലാം ഉണ്ട്. ആരാധനയുണ്ട്, മറ്റ് നല്ല കാര്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ട്രഡീഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വചനമില്ല. വചനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം, അത് ഞാൻ പറയാൻ കാരണം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ഐസയ പ്രവാചകൻ 43:7 അങ്ങനെയാ പറയുന്നത്. Everyone who is called by my name, whom I have created for my glory, have formed him. I have formed him. Yes, I made him. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സൃഷ്ടിച്ചത് ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്ത് നമ്മളെ ഈ ലോകത്തിലൊരു പേര് നേടാനായിട്ടല്ല, അതിനുപരി ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1:14 And the word became flesh and dwelt amongst us, and we beheld the glory of the word, the glory of the only begotten of the Father, full of grace and truth. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചത് is to conceive the word. Are you with me? To be impregnated with the word of God. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. കാരണം ആ ഇംപ്രഗ്നേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുകയില്ല. Are you with me? So how many of you want to be pregnant? ആർക്കൊക്കെ ഗർഭം ധരിക്കണം? ഹല്ലേലൂയ. ധൈര്യപൂർവ്വം കൈ പൊക്കിക്കോ. ഹല്ലേലൂയ. നേരത്തെ ആണുങ്ങളൊക്കെ വിചാരിച്ചു ഇതെന്താ പറയുന്നത്, എല്ലാം അട്ടിമറിച്ച് തിരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. We are the bride of Christ. ആരൊക്കെയുണ്ട്? ദൈവത്തിന് യേശുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തികൾ ആരൊക്കെയുണ്ട് ഇവിടെ? ഹല്ലേലൂയ. God has created us to be impregnated with the word of God, so that the word can become flesh and the glory of God can be manifested in our life. ആ വചനം നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ വചനം മാംസമാകുകയും ആ മാംസമായ ആ വചനത്തിൻ്റെ മഹത്വം, യേശു ക്രിസ്തു ആകുന്ന വചനത്തിൻ്റെ മഹത്വം എല്ലാവർക്കും ദൃശ്യമാകുവാൻ വേണ്ടി, to be seen by the people, the glory of God. അപ്പോഴാണ് ദൈവം എന്നെ സൃഷ്ടിച്ച ഐസയ പ്രവാചകൻ 43:7 എന്നെ സൃഷ്ടിച്ചതിൻ്റെ ആ ദൗത്യം പൂർത്തീകരിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ കൈകൾ പൊക്കി ഹല്ലേലൂയ പറയുന്നതല്ല മഹത്വം. മഹത്വം നമ്മളിൽ ഉള്ള വചനം മാംസമായി മറ്റുള്ളവർ കാണുമ്പോൾ ആണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. ഹല്ലേലൂയ. പത്രത്തിൽ ഉപകാരണ സ്മരണ അടിക്കുന്നത് കൊണ്ടൊന്നും അല്ല സഹോദര സഹോദരി മഹത്വം. അത് പൈസ വെറുതെ കളയുകയാണ്. മഹത്വം എവിടെയാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാംസമാകണം. ഇറ്റ് മസ്റ്റ് ബിക്കം ലൈഫ് ഇൻ യു. You must birth Jesus. You must എന്താണ്? Birth Jesus. And you cannot birth Jesus unless you conceive Jesus. Are you with me? That is why I was നേരത്തെ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പിറക്കണമെന്നുണ്ടെങ്കിൽ she has to conceive. കൺസെപ്ഷൻ ഇല്ലാതെ ബർത്ത് ഇല്ല. ഹല്ലേലൂയ.
പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? വചനം സ്വീകരിക്കുമ്പോൾ പ്രയാസമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, നാട്ടുകാർ വെറുക്കും, അല്ലേ? നിങ്ങൾ അനുഭവിച്ച് കാണുമായിരിക്കും. പക്ഷെ നമ്മളുടെ മനോഭാവം ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 38-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ആയിരിക്കണം. Behold the handmaid of the Lord, let it be done to me according to your will, according to your word. ഒന്ന് വായിക്കാവോ? ലൂക്ക 1:38. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ആ കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മളുടെ ശരീരങ്ങളും നമ്മളുടെ മനസ്സും നമ്മുടെ ആത്മാവും എല്ലാം ആ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ മറിയം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി പറയണം. എങ്ങനെ? when we are conceived the word of God, you should be able to say, behold the handmaid of the Lord, be done according to me according to your word എന്ന് പറയുവാനുള്ള ആ മനസ്സ് നമുക്കുണ്ടാകണം. അതെപ്പോഴാണ് സംഭവിക്കുക? നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ യേശു ക്രിസ്തുവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ മറിയത്തിന് പോലും she had to be impregnated. Are you with me? മറിയത്തിന് പോലും ഒരു ശിശുവിനെ പിറക്കുവാൻ വേണ്ടി ഒരു കൺസെപ്ഷൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മറിയം ചോദിച്ചത്, ഞാൻ എങ്ങനെ ഒരു ശിശുവിനെ പിറക്കും? ഞാൻ മനുഷ്യനെ അറിയുന്നില്ലല്ലോ. I do not know the man. Are you with me? She was explaining a physical principle. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ കൂടാതെ ഒരു ശിശു ഉണ്ടാകുകയില്ല. ഞാൻ മനുഷ്യനെ അറിയുന്നില്ല. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, മറിയമേ നീ എങ്ങനെയാണ്, ഹൗ ആർ യു ഗോയിങ് ടു ബി ഇംപ്രഗ്നേറ്റഡ് എന്ന് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. അവിടെ പറയുന്നത് the Holy Spirit shall come upon you and the power of the highest shall overshadow you. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ സ്പിരിച്വൽ പ്രഗ്നൻസി എങ്ങനെയാണ് നടക്കുന്നത്? The Holy Spirit will come upon you and the power of the Most High will overshadow you. അങ്ങനെ വരുമ്പോൾ each of you here, and my dear brother, my sister, you will be conceiving Jesus Christ. You will be conceiving the word of God and you will give birth to Jesus. നമ്മുടെ ജീവിതത്തിൽ യേശു പിറക്കും. That is Christmas. ക്രിസ്മസ് എന്ന് പറഞ്ഞ് കുറേ 40 ദിവസം ഉപവസിച്ച്, അല്ല 25 ദിവസം ഉപവസിച്ചിട്ട് 25-ാമത്തെ ദിവസം കള്ളു കുടിച്ച് നടക്കുന്നതല്ല ക്രിസ്മസ്. ഹലോ, അല്ല കുറേ പടക്കം വാങ്ങിച്ച് പൊട്ടിക്കുന്നതല്ല, അല്ല നല്ല താറാവിറച്ചിയും പന്നിയിറച്ചിയും കഴിക്കുന്നതല്ല ക്രിസ്മസ്. Christmas is birthing Jesus. Are you with me? Christmas really is birthing Jesus in our lives. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത് ആ ഇംപ്രഗ്നേഷനാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ ഇംപ്രഗ്നേഷൻ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് അറിയാം, 1 പത്രോസ് 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നുണ്ട് എങ്ങനത്തെയാണ്. കാരണം ആ ഇംപ്രഗ്നേഷനും പലതരത്തിലുണ്ട്. There is a corruptible seed by which you can be impregnated or an incorruptible seed. വായിക്കാവോ? 1 പത്രോസ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. 1 Peter 1:23 ഇങ്ങനെയാ പറയുന്നത്, having been born again, not of corruptible seed but incorruptible through the word of God which lives and abides forever. അപ്പോൾ നമ്മളുടെ the conception is by the incorruptible word of God. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, it is incorruptible. കാരണം there is a corruptible conception also. അത് യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അത് സാത്താനിൽ നിന്ന് വരുന്ന ഒരു സ്പിരിച്വൽ ഇംപ്രഗ്നേഷനാണ്. അങ്ങനെ വരുമ്പോൾ യു വിൽ ബർത്ത് ദ ഡെവിൾ. ആർ യു വിത്ത് മീ? ആർ യു വിത്ത് മീ? there is a if what is, ഞാൻ പറയട്ടെ, നമ്മൾ എന്താണ് നടുന്നത് അതാണ് നമ്മൾ കൊയ്യുക, അല്ലേ? നമ്മൾ നെല്ല് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് കൊയ്യാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ when you plant the incorruptible seed, you will reap the incorruptible glory of God. When you plant the corruptible seed, you will be reaping the corruption of the world. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിനായിരിക്കണം. സോ ദെൻ ഇറ്റ് വിൽ ബി ദ ഇൻകറപ്റ്റബിൾ സീഡ്. പിന്നെ വേറെ ഒന്ന് മനസ്സിലാക്കണം, ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവുമോ? ഇല്ല. നമ്മൾക്കറിയാം അതിൻ്റേതായ സമയത്ത് മാത്രമേ ആ ശിശു പിറക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് നമുക്കൊരു ഒരു വചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യു മസ്റ്റ് വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. നമ്മൾ കാക്കണം. അതാണ് ഐസയ പ്രവാചക പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം പറയുന്നത്. Those who wait upon the Lord shall renew their strength. They shall rise up with wings like eagles. അല്ലേ? They shall run and they shall not be weary. They shall walk and they shall not faint. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഒന്ന് വായിക്കാവോ? ഐസയ 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ കറപ്റ്റബിൾ ഇൻകറപ്റ്റബിൾ സീഡിൻ്റെ കൂടെ പറയാൻ കാരണം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, that which is born of the flesh is flesh and that which is born of the spirit is spirit. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് കൺസെപ്ഷൻ എന്താണ് നമ്മൾ ഗർഭം ധരിക്കുന്നത്? അത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ നമ്മൾ പിറക്കുന്നതും യേശു ക്രിസ്തുവിനെ ആയിരിക്കും. That is the spirit. But if you're conceiving the flesh, what you will give birth to is also the flesh. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് തമ്മിൽ ഒന്ന് നല്ലതും ഒന്ന് മോശവുമാണോ? വചനം പറയുന്നുണ്ടോ? യെസ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം ഇങ്ങനെയാ പറയുന്നത്, The flesh profits nothing. It is the spirit that gives life. And the words that I speak to you, they are spirit and they are life. ഒന്ന് വായിച്ചേ ബ്രദർ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജഡം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. ആത്മാവാണ് നമ്മൾക്ക് ജീവൻ തരുന്നത്. ആ ആത്മാവ് എവിടെയാണ് ഉള്ളത്? ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ അത് ജീവനുമാണ്, അത് ആത്മാവുമാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് യേശുവിനെ നമ്മൾക്ക് കണ്ടുമുട്ടുവാനും ആ യേശുവിനെ നമ്മൾക്ക് പിറക്കുവാനും പറ്റുക. സോ വി നീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, കാരണം ഇത് പറയാൻ കാരണം, സി യു ക്യാൻ ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദ കറപ്റ്റബിൾ സീഡ് ഓൾസോ. സാത്താൻ എവിടെയൊക്കെ പോകുമെന്നറിയാമോ? ഇന്ന് ഒരു 1 മണിയായപ്പോൾ എൻ്റെ ഓഫീസിൽ പണ്ടൊരു കോൺവെൻറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് കയറി. അന്ന് എനിക്ക് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ആസ്റ്റഡ് കം. എന്തിനാ വന്നതെന്നറിയാമോ? എനിക്കൊരു കൊന്ത തരാനായിട്ട്. അത് കൊന്ത സാധാരണ സൈസൊന്നുമല്ല, ഓരോ ബീഡ്സ് ഇത്രയുണ്ട്. അത് ഈ റേഡിയം പോലെ ഉള്ള ഏകദേശം ഇത്രയും സൈസുണ്ട്. അതുണ്ടാക്കി പിന്നെ 2-3 മാതാവിൻ്റെ ഫോട്ടോഗ്രാഫും എല്ലാം കൊണ്ടുവന്നിട്ട് ജോസേട്ടന് ഞാനിത് പ്രാർത്ഥിച്ച് ഇന്നലെ മുഴുവൻ പ്രാർത്ഥിച്ചതാണ്, ജോസേട്ടന് വേണ്ടി കൊണ്ടുവന്നതാണ് ഒക്കെ പറഞ്ഞ്. പിന്നെ ഷീ വാസ് എ വുമൺ ആൻഡ് ഐ ന്യൂ ഹർ ഫോർ എ ലോങ് ടൈം. സോ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഡിസ്റെസ്പെക്ട് ഹർ. സോ ഐ ജസ്റ്റ് ഹേർഡ് ആൻഡ് ഐ സെഡ്, നിങ്ങൾ പറയുന്നതുമായിട്ട് ഒന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാനൊരു കുഴിയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു, ഇനി ആ കുഴിയിലോട്ട് എന്നെ ഇനി തള്ളിയിടല്ലേ എന്ന് പറഞ്ഞ് ഒടുക്കം അത് ഏക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി പയ്യെ എല്ലായിടത്തും പോയി. പക്ഷെ എനിക്ക് ഇനി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. What I'm saying is, ആ വ്യക്തി എന്നെ നശിപ്പിക്കുവാനായിട്ടല്ലായിരിക്കും വന്നത്. ഷീ വുഡ് ബി കൺട്രോൾഡ് ബൈ സം സ്പിരിറ്റ്. പക്ഷേ നല്ല ഉദ്ദേശം വെച്ചാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഒരു അബദ്ധത്തിൽ പോയി ചാടി അതെങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരത്തി വന്നത്. What I'm trying to say is, the corruptible seed. A corruptible seed will only produce corruption. നമ്മൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും we must be careful, watch. എപ്പോഴാണ് ആര് നമ്മളെ വന്ന് വശീകരിക്കാൻ നോക്കുന്നത്? So they will not stop at anything.
സോ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വചനത്തിൽ മാത്രം നിലനിൽക്കുക. യു ഓൺലി ലുക്ക് അറ്റ് ജീസസ്, ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. കാരണം എന്നോട് പറഞ്ഞു സാത്താൻ വരാൻ പോവാണ്. ശരിയാ, സാത്താൻ്റെ കാലങ്ങളൊക്കെ വരാൻ പോവാ അല്ലേ? ശരിയാ. പക്ഷേ നമ്മൾക്ക് ആ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമുക്ക് വിജയം കിട്ടുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് കൊന്ത, മറ്റത് ദീപബലി. കൊന്തയും ദീപബലിയും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ വചനം പറയുന്നത്. എഫിഷ്യൻസ് 6-ാമത്തെ അധ്യായം 10 മുതൽ 20-ാമത്തെ വചനത്തിൽ ഒരു ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനത്തെ കൊന്തയും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ 1-2 വചനങ്ങൾ പറഞ്ഞു. പുള്ളി പറയാ വചനമൊന്നും എന്നോട് പറയണ്ട, അതൊന്നും എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കിതൊക്കെ അറിയാം. പഠിപ്പുകളൊക്കെ എനിക്കറിയാം. ഞാൻ പറയാൻ കാരണം ഇതാണ്, ദർ ഇസ് എവറിഥിങ് എക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ കാരണം, വി മസ്റ്റ് കൺസീവ് ദ വേർഡ്. വചനമാണ് നമ്മളിൽ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ വചനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുക. അല്ലാതെ നിയമമോ പാരമ്പര്യമോ ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. സഭയാണ് രക്ഷിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. സഭയാണ് രക്ഷിക്കുന്നത്. പൂർവ്വ പിതാക്കന്മാരുടെ പഠിപ്പാണ് രക്ഷിക്കുന്നത്. സോ ഞാൻ പറയാൻ വന്നതാണ്, നമ്മൾ എന്താണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതായിരിക്കും നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. വാട്ട് യു സോ യു വിൽ റീപ്പ്. സോ മസ്റ്റ് ബി വെരി കെയർഫുൾ. നമ്മൾ എന്താണ് പാകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത്? വാട്ട് ഇസ് ദ ക്വാളിറ്റി ഓഫ് ദ സ്പെർം that you are going to be impregnated with? Is it the corruptible seed of the world, or is the incorruptible seed of the word of God? That is very important. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഹല്ലേലൂയ, 1 പത്രോസ് 1-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, but the word of the Lord endures forever. Now this is the word which by the gospel was preached to you. അപ്പോൾ വായിക്കാമോ? 1 പത്രോസ് 1:25. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്ന അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പോൾ ആ വചനമായിരിക്കണം നമ്മളുടെ സീഡ് വിച്ച് യു ആർ പ്ലാന്റിങ് ഇൻ അവർ ലൈഫ്സ്. പിന്നെ നമുക്കറിയാം പ്രോവേർബ്സ് 4-ാമത്തെ അധ്യായം 20 മുതൽ 22-ാമത്തെ വചനം വരെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ വചനമാകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭാഗിയാൽ മാത്രമേ നമ്മൾക്ക് വചനത്തിൻ്റെ ഒരു വിളവ് നമുക്ക് കൊയ്യുവാൻ പറ്റുകയുള്ളൂ. പ്രോവേർബ്സ് 4:20, 21, 22. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. ഹല്ലേലൂയ. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. അപ്പോൾ വചനം കിട്ടുന്നവർക്ക് ജീവനും സൗഖ്യവും കിട്ടുകയാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, സങ്കീർത്തനം 107-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, He sent His word and healed them and delivered them from their destructions. അവിടെ നമുക്കറിയാം ഒരു പുതിയ ജീവൻ തരുവാൻ കഴിവുള്ളതാണ് ആ വചനം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. പുതുജീവൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 107:20. അവൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. Hallelujah. അപ്പോൾ when you are impregnated with the word of healing, നമ്മളിൽ നിന്ന് വരുന്ന ഫലം എന്തായിരിക്കും? സൗഖ്യമായിരിക്കും. Are you with me? നമ്മളിൽ നിന്ന് സൗഖ്യമായിരിക്കും. ആ സൗഖ്യം കണ്ടിട്ട് ആർക്കാ മഹത്വം കൊടുക്കുക? ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, but his delight is in the law of the Lord, and in his law he meditates day and night. Hallelujah. സങ്കീർത്തനം 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവനാണ് അവൻ. സോ യു മസ്റ്റ് ഡിലൈറ്റ്. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനായിട്ട് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എനിക്ക് വായിക്കണമല്ലോ എന്നങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു ഭാരമായിട്ടല്ല, അതിനുപരി നമ്മൾ സന്തോഷത്തോടെ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരുന്ന് വചനം വായിക്കുകയും
ധ്യാനിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 67-68 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, യേശുവിനെ അനുഗമിച്ച പല വ്യക്തികളും യേശു കുറച്ച് സത്യമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ ഭാരമുള്ളതാണ്, ഇത് വിഷമമുള്ളതാണെന്ന് പറഞ്ഞിട്ട് യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ എന്ന്. അപ്പോൾ പത്രോസ് ഒരു കാര്യം പറയുകയാണ്. ശിമയോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേറെ ഓരോ ഇടങ്ങളിലും പോകുവാൻ പറ്റുകയില്ല. കാരണം നിത്യജീവന്റെ വചനം നിന്റെ ഇടത്ത് മാത്രമേ ഉള്ളൂ. That the words of life, eternal life are with you. So where can we go? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആയിരിക്കണം നമ്മുടെ മനോഭാവം. എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുകയില്ല. കാരണം നിത്യജീവന്റെ വചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ നിത്യജീവന്റെ വചനം നമ്മൾ പാകിയിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ കൺസീവിങ് ദ വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്, എന്താണ് നമുക്ക് കൊയ്യാൻ പറ്റുക? നിത്യജീവനായിരിക്കും ഫലമായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സോ ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് ജോഷുവ 1:5 വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം ആ വചനം അനുസരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന ആ ഒരു പിന്തുണ പറയുന്നുണ്ട്. നോ മാൻ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതകാലം ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കൊക്കെ ഇവിടെ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി വായിക്കാമോ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ ഫലമാകണമെന്നുണ്ടെങ്കിൽ ആ വാഗ്ദാനമാകുന്ന ആ വചനം നമ്മളിൽ you must impregnate yourself. ഹല്ലേലൂയ. നമ്മളത് സ്വീകരിക്കണം. വിശ്വാസത്തോടെ അത് സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ പറ്റും. ഇതൊക്കെയുള്ള എങ്ങനെയാണ് പറയുന്നത്? നോ മാൻ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. ഓ, hallelujah. So, and it says, and I shall be with you as I was with Moses. അത് മാത്രമല്ല, പിന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ കൊടുത്ത വാഗ്ദാനങ്ങൾ അത് നിനക്ക് നിന്റെ അവകാശമായി തരും. ഇഫ് യു ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദ ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അടുത്ത വചനം ഒന്ന് വായിക്കാം, 6-ാമത്തെ വചനം, ജോഷുവ 1:6. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ്. ചിലപ്പോൾ വചനം അനുസരിക്കുന്നതിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ എതിരെ വരുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ്.